ഹലോ, ഞാൻ ഡോക്ടർ റോസ്മേരി ഫ്രാൻസിസ്, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ, പൊയ്യാനൽ ഹോസ്പിറ്റൽ, കോഴഞ്ചേരി. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കോംപ്ലിമെന്ററി ഫീഡിങ്ങിനെ പറ്റിയാണ്. എന്താണ് കോംപ്ലിമെന്ററി ഫീഡിങ്? 6 മാസം വരെ പ്രായമുള്ള കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായുള്ള എല്ലാ ന്യൂട്രിയൻസും അവരുടെ ദാഹം മാറ്റാനുള്ള വെള്ളവും ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് ലഭിക്കുന്നു. എന്നാൽ 6 മാസങ്ങൾക്ക് ശേഷം കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് തികയാതെ വരികയും അവിടെ ഒരു എനർജി ഗ്യാപ്പ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുകയാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങണം. വൈ ഇസ് ദിസ് കോംപ്ലിമെന്ററി? കാരണം ദിസ് ഇസ് കോംപ്ലിമെന്ററി ടു ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ്ങിന് കൂട്ടത്തിൽ നമ്മൾ ആരംഭിക്കുകയും ചെറുതായി കൊടുത്തു തുടങ്ങുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതിന് കോംപ്ലിമെന്ററി ഫീഡിങ് എന്ന് പറയുന്നത്. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാൻ സാധിക്കുന്നത്? വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് റാഗിയുടെ കുറുക്ക്, ചോറ്, പരിപ്പ്, കടല, ചെറുപയർ ഇതൊക്കെ പുഴുങ്ങി ഉടച്ച് പ്യൂരി ഫോമിലാക്കി കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ, ഫ്രൂട്ട്സ് ആയിട്ടുള്ള ആപ്പിൾ, ക്യാരറ്റ് ഇതൊക്കെ പുഴുങ്ങി വേവിച്ച് കൊടുക്കാവുന്നതാണ്. പഴം കൊടുക്കാവുന്നതാണ്. ആദ്യമായി നമ്മൾ കുട്ടിക്ക് കൊടുത്തു തുടങ്ങുമ്പോൾ 1 സ്പൂൺ വെച്ച് ചെറുതായിട്ട് വേണം കൊടുത്തു തുടങ്ങാൻ. അത് 2-3 സ്പൂണിൽ നിന്ന് പതുക്കെ കൂട്ടി ഒരു 1/2 കപ്പ് ടു 1 കപ്പ് എന്ന രീതിയിലേക്ക് എത്തിക്കേണ്ടതാണ്. ആദ്യമായി നമ്മൾ കുട്ടികൾക്ക് എങ്ങനെയാണ് ഭക്ഷണം കൊടുത്തു തുടങ്ങേണ്ടത്? ആദ്യമായി ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അത് രാവിലെ തന്നെ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. അതിനോടൊപ്പം ഒരു ഭക്ഷണം മാത്രമേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നേരം പുതിയതായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഒരു പുതിയ ഭക്ഷണം കൊടുത്തതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം വേണം അടുത്ത പുതിയ ഭക്ഷണം കൊടുക്കാൻ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ആ ഭക്ഷണത്തോട് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കുവാനും ആ ഭക്ഷണത്തോടാണ് കുട്ടിക്ക് അലർജി ഡെവലപ്പ് ചെയ്തതെന്ന് മനസ്സിലാക്കി അത് കുട്ടിയുടെ ഡയറ്റിൽ നിന്ന് മാറ്റി നിർത്തുവാനും നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു ഭക്ഷണം തുടങ്ങിയതിന് ശേഷം 2-3 ദിവസത്തിന് ശേഷം അടുത്ത പുതിയ ഭക്ഷണം തുടങ്ങാം. അങ്ങനെ തുടങ്ങിയതിന് ശേഷം എല്ലാം കൂടെ ഒന്നിച്ച് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. എന്ത് അളവിലും എന്ത് ഫ്രീക്വൻസിനും വേണം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങാൻ. 6 തൊട്ട് 8 മാസം വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിൽ 2-3 തവണ നമുക്ക് ഭക്ഷണം കൊടുക്കാവുന്നതാണ്. അതേസമയം 8 തൊട്ട് 9 തൊട്ട് 11 മാസം വരെയും 11 തൊട്ട് അങ്ങോട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ ദിവസം 3-4 പ്രാവശ്യം ഭക്ഷണം കൊടുക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ 1-2 പ്രാവശ്യം സ്നാക്സ് കൊടുക്കുകയും വേണം. ഈ സ്നാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേക്കറി ഐറ്റംസ് അല്ല. അതിന് പകരം മുട്ട, പഴം പുഴുങ്ങിയത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ 6 മാസം പ്രായമുള്ള കുട്ടികൾക്ക് നമ്മൾ ഭക്ഷണം പ്യൂരി ഫോമിൽ വേണം കൊടുക്കാൻ. അതിൻ്റെ കൺസിസ്റ്റൻസിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മൾ സ്പൂണിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അത് താഴെ ഉറ്റു പോകാത്ത രീതിയിൽ അത്രയും തിക്കായിട്ട് വേണം കുറുക്കുകൾ ഉണ്ടാക്കി കൊടുക്കുക. അതേസമയം ഒരു 8 മാസം പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കൈകൊണ്ട് സ്മാഷ് ചെയ്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങണം. 9 മാസം ആകുമ്പോഴത്തേക്കും ചെറിയ ലംസ് ഫുഡിൽ ലംബി ഫുഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ദോശ പൊടിച്ച് ചെറുതായിട്ട് പൊടിച്ചിട്ട് കൊടുക്കുക, മുട്ട കൈകൊണ്ട് പൊടിച്ചിട്ട് കൊടുക്കുക. പല മാതാപിതാക്കളും ചെയ്യുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ 10 മാസമായാലും 11 മാസമായാലും 1 വയസ്സായാലും കുട്ടിക്ക് കഴിക്കാൻ എളുപ്പമാകട്ടെ എന്ന് വിചാരിച്ച് മിക്സിയിൽ അടിച്ചു കൊടുക്കുന്നതാണ്. അത് വളരെ തെറ്റായ ഒരു പ്രവണതയാണ്. 1 വയസ്സാകുമ്പോഴേക്കും കുട്ടി വീട്ടിലുള്ള എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാൻ പാകമാകണം. അതാണ് അതിൻ്റെ കണക്ക്. ഉറപ്പായും ബ്രസ്റ്റ് ഫീഡിങ് നമ്മൾ ഉറപ്പായിട്ടും കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. 2 വയസ്സും അതിന് മേലോട്ട് വരെയും നമുക്ക് മുലയൂട്ടുന്നത് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം നമ്മൾ 6 മാസത്തിൽ കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ കൊടുത്തിരുന്നത് പോലെ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്തിരുന്നുവെങ്കിൽ പതുക്കെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഫ്രീക്വൻസി കുറയ്ക്കുകയും 1 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും അത് രാത്രി മാത്രം ഫീഡിങ്ങിലേക്കും കൊണ്ടുവരിക. ഇങ്ങനെ ചെയ്യുന്നതോടെ കുട്ടികൾക്ക് മോർണിംഗ് ടൈമിൽ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുവാനുള്ള ഒരു സമയവും കിട്ടുന്നതാണ്. എന്തൊക്കെയാണ് സാധാരണയായി മാതാപിതാക്കൾ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ ചെയ്യുന്ന തെറ്റുകൾ? കുട്ടികൾക്ക് 6 മാസത്തിന് മുന്നേ ഭക്ഷണം കൊടുത്തു തുടങ്ങുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ 6 മാസം വരെ കുട്ടികൾക്ക് മുലപ്പാലിൽ നിന്ന് അവർക്ക് ആവശ്യമായതുള്ളത് എല്ലാം ലഭിക്കുന്നുണ്ട്. 6 മാസത്തിന് മുന്നേ ദർ ഗട്ട് ഈസ് നോട്ട് റെഡി. അങ്ങനെ ഒരു സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങിയാൽ അത് അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനേ കാരണമാകുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കോംപ്ലിമെൻ്ററി ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങേണ്ടത് 6 മാസം കഴിയുമ്പോഴാണ്. അതുപോലെ തന്നെ രണ്ടാമത് കാണുന്നതാണ് കുട്ടികൾക്ക് പഞ്ചസാരയും ഉപ്പും ഒക്കെ ഭക്ഷണത്തിൽ ചേർക്കാമോ എന്നുള്ളത്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ഉപ്പോ പഞ്ചസാരയോ ഒന്നും അവരുടെ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് കാരണം അവരുടെ കിഡ്നീസ് ഇമ്മച്യൂർ ആണ്. ഒരു സോഡിയം ഇത്ര ഉപ്പിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അവരുടെ കിഡ്നിക്ക് ഇല്ല.
അതുകൊണ്ട് 1 വയസ്സ് വരെ നമ്മൾ കുട്ടികൾക്ക് അഡീഷണൽ ആയിട്ട് ഉപ്പോ പഞ്ചസാരയോ ഭക്ഷണത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതോടൊപ്പം എന്ന് പറഞ്ഞാൽ വീട്ടിലുണ്ടാക്കാവുന്ന ഭക്ഷണം തന്നെ കൊടുക്കാം. അവർക്ക് കുട്ടികൾക്കുള്ള ഭക്ഷണം മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണത്തിൽ ഉപ്പിടാനൊക്കെ ശ്രദ്ധിക്കുക. പിന്നുള്ള 3ാമത്തെ തെറ്റാണ് ഫോഴ്സ് ഫീഡിങ്. എന്ന് വെച്ചാൽ നിർബന്ധമായും കുട്ടികളെ പിടിച്ച് കഴിപ്പിക്കാൻ നോക്കുക. അതൊരു തെറ്റായ പ്രവണതയാണ്. ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിപ്പിക്കുവാനും അത് വളരെ ഒരു ഇൻട്രാക്റ്റീവ്, പ്ലേഫുൾ ആൻഡ് എൻജോയബിൾ ഒരു സമയമാക്കി മാറ്റുവാനും മാതാപിതാക്കൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴാണ് കുട്ടികൾക്ക് നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഫുഡുകൾ കൊടുത്തു തുടങ്ങേണ്ടത്? പലരുടെയും തെറ്റിദ്ധാരണ 1 വയസ്സിന് ശേഷം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാമൂ എന്നുള്ളതാണ്. പക്ഷേ അത് തെറ്റാണ്. നമുക്ക് 8 മാസം പ്രായമാകുമ്പോൾ തന്നെ കുട്ടികൾക്ക് മുട്ട, മീൻ ഒക്കെ കൊടുത്തു തുടങ്ങാം. മുട്ട കൊടുക്കുകയാണെങ്കിൽ ആദ്യം മുട്ടയുടെ മഞ്ഞ കൊടുക്കണം. അതിന് 2-3 ദിവസത്തിന് ശേഷം മാത്രം വെള്ള കൊടുക്കുക. ഇത് ഞാൻ സൂചിപ്പിച്ചിരുന്നത് പോലെ അലർജി എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. ഒരിക്കൽ രണ്ടും കൊടുത്തു തുടങ്ങിയതിന് ശേഷം അവർക്ക് രണ്ടും കൂടെ ഒന്നിച്ച് ഡെയിലി 1 മുട്ട വെച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മീനും ചിക്കനും ഒക്കെ കുട്ടിക്ക് 8 മാസം പ്രായമാകുമ്പോൾ തന്നെ പതുക്കെ കൊടുത്തു തുടങ്ങാവുന്നതാണ്. പശുവിൻ്റെ പാല് നമ്മൾ കുട്ടികൾക്ക് 1 വയസ്സിന് ശേഷം മാത്രമേ കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. അതിന് കാരണം പശുവും പാലിനോട് കുട്ടികൾക്ക് അലർജി ഉണ്ടാവുകയും അവരുടെ ബ്ലഡ് ഹീമോഗ്ലോബിൻ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പശുവും പാല് കുട്ടികൾക്ക് 1 വയസ്സിന് ശേഷം മാത്രമേ കൊടുത്തു തുടങ്ങാൻ പാടുള്ളൂ. അങ്ങനെയാണ് മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഭക്ഷണങ്ങളെ 8 ഗ്രൂപ്പായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. അതിൽ 1ാമത്തേതാണ് കപ്പ, കിഴങ്ങ് വർഗ്ഗങ്ങളിൽപ്പെട്ടത്. 2ാമത്തേത് മുട്ട മാത്രമാണ്. 3ാമത്തേതിനകത്താണ് മിൽക്കും മിൽക്ക് പ്രൊഡക്ട്സും ഒക്കെ വരുന്നത്. 4ാമത്തേതാണ് ചെറുപയർ, കടല, ഡ്രൈ ഫ്രൂട്ട്സ്. 5ാമത്തേതിനകത്താണ് മീന്, ചിക്കൻ ഒക്കെ വരുന്നത്. 6ാമത്തേതിനകത്താണ് വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും. 7ാമത്തേതിനകത്ത് വേറെ പച്ചക്കറികളും. 8ാമത്തേത് ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ്. അപ്പോൾ ഈ 8 ഗ്രൂപ്പിൽ നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൂട്ടുവാണെങ്കിൽ 5, അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും ഒരു എല്ലാ ദിവസവും ഉള്ള ഒരു കമ്പോണൻ്റ് ആയിട്ട് അത് മാറ്റി നിർത്തിയാൽ ഈ 7 ഗ്രൂപ്പിൽ നിന്ന് ഒരു 4 ഗ്രൂപ്പിൽപ്പെട്ട ഒരു ദിവസത്തെ കുട്ടിയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ നോക്കുകയാണെങ്കിൽ കുട്ടിക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. കുട്ടികൾക്ക് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫീഡ് ചെയ്യിപ്പിക്കാനോ അല്ലാതെ മറ്റ് സമയങ്ങളിലോ ഉപയോഗിക്കാൻ പാടുള്ളതാണോ? അല്ല. ഒരു കാരണവശാലും 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മൊബൈലോ ടിവിയോ കാണിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനോ മറ്റുള്ള സമയങ്ങളിൽ അത് വെച്ച് കൊടുക്കാനോ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വിശപ്പ് മനസ്സിലാക്കാനും അല്ലെങ്കിൽ കഴിച്ചതിന് ശേഷം അവർ ഫുള്ളായെന്ന് മനസ്സിലാക്കാനും ഉള്ള ഒരു ഇത് നഷ്ടപ്പെടുകയും പിന്നീട് അത് അവർക്ക് മാൽ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഒബിസിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്യും അവരെ. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി നേരം സ്ക്രീൻ കാണിച്ചു വെച്ചാൽ അത് അവരുടെ ലാംഗ്വേജ്, സ്പീച്ച് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട്. 3ാമതായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അമ്മ കുഞ്ഞ് ബോണ്ട് വർദ്ധിപ്പിക്കുന്ന നല്ലൊരു എൻജോയബിൾ ഇൻട്രാക്റ്റീവ് സെക്ഷനാക്കിയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്തെ മാറ്റേണ്ടത്. ആ സമയങ്ങളിൽ ടിവിയും സ്ക്രീനും ഒക്കെ കൊണ്ടുവന്നാൽ അത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ബോണ്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫോൺ അല്ലെങ്കിൽ TV വെച്ച് കൊടുക്കാൻ പാടുള്ളതല്ല. നമുക്ക് കുട്ടികൾക്ക് കുപ്പിപ്പാൽ ഉപയോഗിക്കാൻ പാടുള്ളതാണോ? ഒരു കാരണവശാലും പാടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ചെറുപ്രായത്തിലുള്ള കുട്ടികൾക്കാണെങ്കിൽ അവർക്ക് നിപ്പിൾ കൺഫ്യൂഷൻ ഉണ്ടാവുകയും അവർ പിന്നീട് അമ്മയുടെ പാല് വലിച്ചു കുടിക്കാതാവുകയും ചെയ്യും. 2ാമതായി അത് അവരുടെ ജോ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. പല്ലുകൾ വളർന്നു വരുമ്പോൾ മാലലൈൻഡ് ആവാനും പെട്ടെന്ന് ഡെൻ്റൽ ക്യാരീസ് ഉണ്ടാവാനും ഉള്ള സാധ്യതയുണ്ട്. 3ാമതായി നമ്മൾ എത്ര കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചാലും അണുബാധകൾ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുവാനും അവർക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ്, ഡയറിയ ഉണ്ടാവാനുമുള്ള കാരണവുമാകുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ കുട്ടികൾക്ക്, ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്കും ബോട്ടിൽ ഫീഡ് ചെയ്യാൻ പാടുള്ളതല്ല. അതിന് പകരം നമ്മൾ കുട്ടികൾക്ക് സ്പൂൺ, കപ്പ് ഒക്കെ ഉപയോഗിച്ച് വേണം എപ്പോഴും ഫീഡ് ചെയ്യിപ്പിക്കാൻ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ഫീഡിങ് എന്താണെന്നും എങ്ങനെയാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു തുടങ്ങേണ്ടതെന്നും എത്ര ഫ്രീക്വൻസിയിലാണ്, എന്തൊക്കെ എപ്പോഴൊക്കെ കൊടുക്കണമെന്നും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഭക്ഷണം കൊടുത്തു തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അലർജി വരിക, ഡയറിയ, എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പീഡിയാട്രീഷ്യനെ ഉടനെ തന്നെ കാണുക. താങ്ക് യു.